ഈ അടുക്കളയിൽ കയറണവർക്ക് മാത്രമായിട്ടുള്ളൊരു ടിപ്പാണ്. വേറെ ഒന്നുമല്ല, പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അതെ എനിക്കിന്ന് എല്ലാ അബദ്ധമാട്ടോ പറ്റിയാണ്. ദേ സിങ്ക് ബ്ലോക്കായി. അപ്പം ഞാൻ ദേ മേടിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അത് ഹാർപ്പിക്കിൻ്റെ ഡ്രെയിൻ എക്സ്പെർട്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനെന്തായാലും എല്ലാം കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇത് പൊട്ടിച്ച് ഇടാൻ പോകുകയാണ് കേട്ടോ. അതുകഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിക്കണമെന്നാണ് ഇവർ എഴുതിയേക്കണത്. വേണ്ട, ഇതിൽ മൊത്തം എങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് വരെ നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് കടയിൽ മേടിച്ചപ്പോൾ കടയിലെ പെൺകുട്ടി പറഞ്ഞത് രാത്രി പൊട്ടിച്ചിട്ടിട്ട് രാവിലെ നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ടിരിക്കുന്നു പറഞ്ഞേ. പക്ഷെ അത് എത്രത്തോളം പ്രവർത്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പൈപ്പിലേക്ക് ദ്രവിച്ചു പോകില്ലേ പൈപ്പ്. ഇതിലെന്താ അടങ്ങിയേക്കണേന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഞാനെന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് ഇതുപോലെ ചെയ്യാൻ പോവുകയാണ്. ഇവർ 15 മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കണേ. നോക്കട്ടെ. അതുപോലെ വേറൊരു സത്രം കളിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ വീടുകളിലുണ്ടോ? കണ്ടോ, പാത്രം കഴുകണതാണ്. ഇതിൽ നമ്മൾ ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് പ്രില്ലിൻ്റെ ഇതാണ് കേട്ടോ. ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് വയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ അടയ്ക്കും. വെള്ളം നല്ലോണം വേണം കേട്ടോ. അത് വേണ്ടത് ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടി ഈ സോപ്പ് വെള്ളം കയറി വരും. ഇത് കണ്ട, ഇതിങ്ങനെ അമരണണ്ട. നമ്മളിങ്ങനെ പാത്രം കഴുകുമ്പോൾ ഇങ്ങനെ അമർത്തിയിട്ട് തേച്ച് കഴിയുമ്പോൾ എന്താ അധികം സോപ്പും ആകില്ല. കണ്ടോ, ലാഭിക്കാട്ടാ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ലാഭമൊന്നുമില്ല. ഇത് വേണ്ട, നമ്മുടെ തെയ്യാമ്മയുടെ പരിപാടികളാണ്. കാരണം ഈ പാത്രങ്ങളിലെല്ലാം നമ്മുടെ സോപ്പ് എടുക്കും, എന്നിട്ടാണ് പാത്രം കഴുകൽ. പിന്നെ ഞാനിതും പരീക്ഷ നോക്കാമെന്ന് ഇത് മേടിച്ചതാട്ടോ, സിങ്ക് കഴുകാനായിട്ട്. കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് സിങ്ക് കഴുകാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സോപ്പ് വെള്ളം നിറച്ചിട്ട് കഴുകാം. അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് നല്ലോണം ബ്രഷാകും. അല്ല, ഇതിപ്പോൾ ഈ കാണുന്നത് പശ വെച്ച് ഒട്ടിച്ചതാട്ടോ. പഴയ സിങ്കാണ്. ഞങ്ങളുടെ പഴയ വീടല്ലേ, എല്ലാം പഴയതായി പോയി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പോൾ പാത്രം കഴുകണ അവർക്ക് ഉപകാരപ്പെടും ഈ 2 സാധനങ്ങൾ. കണ്ട, സിങ്ക് ബ്ലോക്കായാൽ ഇത് ഉപയോഗിക്കാം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും കേട്ടോ. ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.